ഞങ്ങൾക്ക് ഒരു പോസ്റ്റ് പോലും ഇടാൻ പറ്റത്തില്ല, മുഴുവൻ നെഗറ്റീവ്. അപ്പൊ കളർ പ്രൊഡ്യൂസർ, അതായത് വന്നിട്ട് മോഷ്ടിച്ച കഥയല്ലേ പ്രൊഡ്യൂസ് ചെയ്തത്. അപ്പൊ ഞാൻ എന്ത് ചെയ്തു? ഒരു നിർമ്മാതാവ് എന്നുള്ള രീതിയിൽ ഞാൻ എന്ത് ചെയ്യും? പോസ്റ്റ് ഇടാൻ പറ്റില്ല. സിനിമ ഈ ഫസ്റ്റ് ഡേ മുതൽ ഡീഗ്രേഡിങ് ഫേസ് ചെയ്തുകൊണ്ടിരിക്കുക. ഞങ്ങളൊരു നല്ല സിനിമ ചെയ്യണമെന്ന് ഓർത്ത് ഒരുപാട് ആഗ്രഹിച്ച് ഞങ്ങൾ ഇൻഡസ്ട്രിയിൽ വന്നു. ഞങ്ങൾ പുതിയ ആൾക്കാർ തന്നെയാണ്. 6 കൊല്ലമായി കട്ടിട്ടോ മോഷ്ടിച്ചിട്ടോ അല്ല സിനിമ ചെയ്യണമെന്ന് ആഗ്രഹിച്ച് വന്നു. ഇപ്പം ഒരു പ്രൊഡ്യൂസർ കുറച്ച് പ്രൊഡ്യൂസറിനെ സംബന്ധിച്ച് വലിയൊരു നഷ്ടമാണ് ഉണ്ടായിരുന്നത്. ഒരു പ്രൊമോഷൻ ചെയ്തിട്ട് കോടികൾ മുടക്കി ചെയ്യുമ്പോൾ ഒരു തലയിൽ ഒരു പോസ്റ്റ് കാണുന്നു. എൻ്റെ ഇപ്പം തന്നെ സിനിമയെ വളരെ ബാധിച്ചിട്ടുണ്ട്. വേണമെന്ന് വെച്ചാൽ നമുക്ക് നിയമപരമായി ഇതിനെ നേരിട്ടൂടെ? അല്ല, തീർച്ചയായിട്ടും അതൊക്കെ എപ്പോൾ വേണമെങ്കിലും നടത്താവുന്ന കാര്യമാണ്. കാരണം നമ്മൾ ഇങ്ങനെയൊരു സിനിമ ഇത്രയും വലിയ കോസ്റ്റിൽ 152 ദിവസം ഷൂട്ട് ചെയ്തൊരു സിനിമ നമ്മൾ 1 വർഷം മുന്നെയാണ് ഈ സിനിമ ഷൂട്ടിങ് ആരംഭിച്ചത്. നമ്മൾ മെയ് 1-ാം തീയതി റിലീസ് ചെയ്യുമ്പോൾ നമ്മുടെ സംഘടനയിൽ, നമ്മുടെ കുടുംബത്തിൽ അംഗമായിട്ടുള്ള ഒരു മെമ്പർ നാളെ റിലീസ് ചെയ്യാൻ പോകുന്ന സിനിമയുടെ കഥ ഇത് അറിഞ്ഞോളൂ എന്ന് പറഞ്ഞിട്ട് ഒരു പോസ്റ്റ് ഇടുന്നു. മെയ് 1-ാം തീയതി ഇന്ത്യയിൽ ഒറ്റ സിനിമ റിലീസ് ചെയ്തിട്ടുള്ളൂ. അതിന് വേറെ നമ്മുടെ സിനിമയല്ല എന്ന് പോലും വിചാരിക്കാനായിട്ട് വേറൊരു സിനിമ കൂടെ റിലീസ് ചെയ്തിട്ടില്ല. അപ്പം ഇത് മലയാളി ഫ്രം ഇന്ത്യ എന്ന സിനിമയെ ഉദ്ദേശിച്ച് മാത്രമായിട്ടാണ് അങ്ങനെ ഇത് ചെയ്യും. ഞങ്ങൾ അതിൻ്റെ പിറ്റേ ദിവസം ഒരു ഇൻ്റർവ്യൂ കുറേ മാധ്യമങ്ങൾക്ക് വിളിച്ചിട്ട്, ഓൺലൈനെ വിളിച്ചിട്ട് ഞങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ അതിൽ നിന്ന് ഒരു ഓൺലൈനിൽ നിന്ന് മാത്രമാണ് ഒരു ചോദ്യം വന്നത്. ഇങ്ങനെ നിഷാദ് പോയ ഒരു പോസ്റ്റ് ഇട്ടല്ലോ എന്ന് പറഞ്ഞിട്ട് അതിന് ഞങ്ങൾ കൊടുത്ത റിപ്ലൈക്കാണ്. അതായത് ഞാനതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞങ്ങളുടെ സിനിമ സംഘടനയ്ക്ക് തന്നെ, സിനിമ കുടുംബത്തിന് തന്നെ ഏറ്റവും കൂടുതൽ മാനക്കേട് ഉണ്ടാക്കാവുന്ന ഒരു കാര്യമാണ് ചെയ്തതെന്നാണ് ഞാൻ അതിൻ്റെ അകത്ത് പറഞ്ഞത്. അതിന് റിപ്ലൈ ആയിട്ട് വീണ്ടും ഇതേ ഓൺലൈനെ വിളിച്ചിട്ട് വീണ്ടും ഒരു ഇൻ്റർവ്യൂ കൊടുക്കുകയാണ്. അപ്പം ഞങ്ങളുടെ വശത്തിൽ നിന്ന്, അതായത് റൈറ്ററെയോ ഡയറക്ടറെയോ പ്രൊഡ്യൂസറുടെയോ വശത്തു നിന്ന് ഒരുമിച്ചല്ലാതെ തനിയായിട്ട് ഒരു ഇൻ്റർവ്യൂ കൊടുക്കുമ്പോൾ ഒരു പരിധി വരെയുള്ള ആൾക്കാർ അയാൾ പറഞ്ഞത് ശരിയെന്നാണ് വിചാരിച്ചിരിക്കുന്നത്. അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ട് അതിനെ വന്നിട്ട് ടാർഗറ്റ് ചെയ്തിട്ട് നെഗറ്റീവ് കമൻസ് പോസ്റ്റ് ചെയ്യാനായിട്ട് തുടങ്ങി. ഞങ്ങൾക്ക് ഒരു പോസ്റ്റ് പോലും ഇടാൻ പറ്റത്തില്ല, മുഴുവൻ നെഗറ്റീവ്. അപ്പോൾ കളർ പ്രൊഡ്യൂസർ, അതായത് വന്നിട്ട് മോഷ്ടിച്ച കഥയല്ലേ പ്രൊഡ്യൂസ് ചെയ്തത്. അപ്പം ഞാൻ എന്ത് ചെയ്തു? ഒരു നിർമ്മാതാവ് എന്നുള്ള രീതിയിൽ ഞാൻ എന്ത് ചെയ്യും? ഒരു മ്യൂസിക് ഡയറക്ടർ ഒരു സോങ് പുതിയതായിട്ട് റെഡിയാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു കഥ അല്ലെ അതിൻ്റെ ഒരു മ്യൂസിക് വേറെ ഏതോ ഒരു കൊറിയൻ പടത്തിൻ്റെ മ്യൂസിക്കായിട്ട് സാമ്യമുണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യും? ഇത് എൻ്റെ വേർഷൻ അല്ല. ആക്ച്വലി ഇതേ കഥ തന്നെ ഷാരിസ് ഇതിന് മുമ്പ് എന്നോട് പറഞ്ഞതാണ്, 1 വർഷം മുമ്പ് തന്നെ പറഞ്ഞതാണ്. അപ്പോൾ അന്ന് ഞാനിത് പ്രൊഡ്യൂസ് ചെയ്തില്ല. അത് കഴിഞ്ഞിട്ട് പിന്നീട് ഇത് ഡയറക്ടറായിട്ട് ഡിജോ വന്നു കഴിയുമ്പോഴാണ് ഞാൻ ഈ പടത്തിന് ഓക്കെ ചെയ്തത്. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ പിന്നാമ്പുറം കഥകൾ. പക്ഷെ ഇതിപ്പോൾ മനുഷ്യന് പുറത്ത് ഇറക്കി നടക്കാൻ പറ്റിയതല്ലാത്ത വിധത്തിൽ ഡിജോയൊക്കെ ഭയങ്കരമായിട്ട് വിഷമിച്ചു. അവൻ ലിറ്ററലി ഫോണിൽ വിളിച്ച് കരഞ്ഞു. കാരണം ഒരു പടം നമ്മളൊക്കെ എത്രയോ സിനിമകൾ പരാജയപ്പെട്ടിട്ടുണ്ട്, ക്യാഷ് പോയിട്ടുണ്ട്. അതിനൊന്നും നമുക്കൊരു പ്രശ്നം പോലും ഇല്ല. എങ്ങനെയാണ് ഒരു സിനിമയെ അപമാനിക്കുന്നത്? അത് സിനിമാ കുടുംബത്തിലുള്ളവർ തന്നെ. അങ്ങനെ ഇരിക്കെ തന്നെയാണ് ഇങ്ങനത്തെ ഒരു വിഷമം ഉണ്ടായ സ്ഥിതിക്കാണ് ഞാൻ എൻ്റെ സംഘടനയ്ക്ക് പരാതി കൊടുത്തു. ഞാൻ ഉണ്ണിയേട്ടനെ വിളിച്ചു പറഞ്ഞു, ഇത് ഇങ്ങനെയാണ് ഒരു സംഘടന ചെയ്യേണ്ടത്, ഇതെന്താ ചെയ്യാൻ പറ്റുന്നതെന്ന് ചോദിച്ചിട്ട്. അതായത് വന്നിട്ട് ഇതേ ഡയറക്ടറായിട്ട് തന്നെ ഞാൻ ഇനിയും സിനിമകൾ ചെയ്യാനുള്ള എൻ്റെ റൈറ്ററായിട്ട് അടുത്ത സിനിമ ചെയ്യാൻ വേണ്ടിയിട്ടുണ്ട്. ഇങ്ങനെ ഒരു മോഷ്ടിച്ച കഥ ചെയ്യേണ്ട ഒരു ആവശ്യകത എനിക്കെന്താണുള്ളത്? അല്ല, ഞങ്ങൾക്ക് എന്താണ് ഇവിടെ ഉള്ളത്? ഞാൻ ഈ വർഷം തന്നെ 4-5 സിനിമകൾ വേറെയും ചെയ്യുന്നുണ്ട്. അതിൻ്റെ അകത്ത് ഒരു നിർമ്മാതാവ് എന്ത് തെറ്റാണ് എൻ്റെ അത് ചെയ്തേക്കുന്നത്? അത് ഇത്രയും വലിയൊരു സിനിമ നിങ്ങൾ ആലോചിച്ച് നോക്കും. ഇത്രയും സ്ഥലങ്ങളിൽ പോയി, രാജ്യത്ത് പോയി ഷൂട്ട് ചെയ്ത സിനിമയുടെ കോസ്റ്റ് എന്തായിരിക്കും? നിങ്ങളൊന്ന് വായിച്ചു നോക്കും. എത്രയോ മോശകരമായിട്ടാണ് ഇതിന്റെ ഡയറക്ടറെയും എന്നെ പറ്റിയൊക്കെ അതിൻ്റെ അകത്ത് എഴുതി വിട്ടേക്കുന്നത്, റൈറ്ററെ പറ്റിയൊക്കെ പറഞ്ഞേക്കുന്നത്. ഒരാളെ കാട്ടാൻ പറ്റത്തില്ല, അത്രയും വിഷമമുണ്ട്. അതുകൊണ്ടിട്ട് ഞാൻ എൻ്റെ സംഘടനകളെ സമീപിച്ചു, ഡയറക്ടർ ഫസ്റ്റിനെ സമീപിച്ചു. അതിന്റെ ഒരു തീരുമാനമാണ് ഇന്ന് ഇവിടെ ഇരിക്കുന്നത്. നിയമപരമൊക്കെ അതൊക്കെ എന്ത് നടക്കാനപ്പ പറഞ്ഞ ഇന്നിപ്പോ തിയേറ്ററിൽ 200 ചിലവാനും തിയേറ്ററിൽ പടം ഓടിക്കൊണ്ടിട്ടിരിക്കുകയാണ്. ഇന്ന് 2ാമത്തെ ആഴ്ചയാണ് കറക്റ്റ്. അത്രയും തിയേറ്ററിൽ ഈ പടം ഒരു ഫ്ലോപ്പ് സിനിമയാണെങ്കിൽ ഈ തിയേറ്ററിൽ നിന്നെല്ലാം പടം കുറയണ്ടേ? ഒരു ഷോ എങ്കിലും കുറയണ്ടേ? ഒരു 10 തിയേറ്ററിൽ നിന്നെങ്കിലും സിനിമ എടുത്ത് മാറ്റണ്ടേ? സിനിമ നല്ല രീതിയിൽ ഓടിക്കൊണ്ടിട്ടിരിക്കുകയാണ്. ഡീഗ്രേഡിന്റെ അങ്ങേയറ്റം. നമ്മൾ ഓൺലൈനിന് വന്നിട്ട് പ്രൊമോഷൻ ടീമിനോട് ചോദിക്കുകയാണ്, മറ്റേ നിഷാദ്
കോയയുടെ ആ പോസ്റ്റിനടിയിൽ സപ്പോർട്ട് ചെയ്യുന്ന പോലെ രീതിയിൽ ചെയ്യാമോ എന്ന് ഞങ്ങളുടെ ടീമിലുള്ളവരോട് തന്നെ ചോദിക്കുകയാണ്. അല്ല, ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഓൺലൈനിന്റെ ഏറ്റവും മോശകരമായിട്ടുള്ള ഒരു പ്രവൃത്തിയാണ്. നമുക്കിപ്പോൾ എങ്ങനെയാണ് ഒരു 10,000 ഓൺലൈൻകാരുണ്ടെങ്കിൽ നമുക്ക് ഇവർക്ക് മുഴുവൻ പരസ്യം കൊടുക്കാനായിട്ട് പറ്റുമോ? നമ്മൾ അതിൽ നിന്ന് സെലക്ട് ചെയ്യുന്ന ഒരു 100-200 പേരെ ആയിരിക്കും. ബാക്കി 800 പേർക്ക് നമുക്ക് കൊടുക്കാൻ പറ്റത്തില്ല. നമ്മളൊരു പ്ലാനിങ് ഇല്ല, ഒരു സിനിമയ്ക്ക് ഇത്ര രൂപയുടെ പരസ്യം കൊടുക്കാൻ പറ്റുള്ളൂ എന്ന് ഞങ്ങൾക്കൊരു പ്ലാനിങ് ഉണ്ടല്ലോ. അത് കൊടുക്കാത്തവർ മുഴുവൻ എങ്ങനെയാണ് ഞങ്ങൾക്ക് ശത്രുക്കളാവുന്നത്? സിനിമയിൽ എന്ത് വേണമെങ്കിലും പറഞ്ഞു, അതിൻ്റെ അകത്ത് ഒരു പ്രശ്നമില്ല. ഡീഗ്രേഡ് ചെയ്യുക, പടത്തെ പറ്റി എത്ര താറടിച്ച് സംസാരിക്കുക, ഇതാണോ സിനിമ? ഇവിടെയൊക്കെ പ്രശ്നമുണ്ടാക്കിയ സിനിമ കുടുംബത്തിൽ നിന്നുള്ള ഒരാളാണ് അല്ലെ? ഓൺലൈൻകാരെ അടച്ച് നമുക്ക് പറയാം, സിനിമ കുടുംബത്തിൽ നിന്ന് ഒരാൾ വന്നാണ് ഈ പ്രശ്നം ഉണ്ടാക്കിയത്, അല്ലാതെ ഓൺലൈൻകാരുണ്ടാക്കിയ പ്രശ്നമല്ല. എന്നിട്ട് അദ്ദേഹം പോയി ഒരു ഇന്റർവ്യൂ കൊടുക്കുന്നു, അദ്ദേഹം ഫേസ്ബുക്കിലിടുന്നു, പിന്നീട് പിൻവലിക്കുന്നു, വീണ്ടും ഒരു ഇന്റർവ്യൂ കൊടുക്കുന്നു. അവിടെയാണ് ഈ പുറലോകം മൊത്തം അറിഞ്ഞത് എന്നാണ് എനിക്ക് മനസ്സിലാക്കേണ്ടത്. ഓൺലൈൻകാർ മൊത്തം പരസ്യം ഇല്ലാത്തതുകൊണ്ട് ഡീഗ്രേഡ് എന്നുള്ള സാധനമല്ല അതിനകത്തുള്ളത് എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. അന്നും ഇന്നും ഉള്ളതാണ് ഡീഗ്രേഡിംഗ് ഉള്ളത്. അല്ല, ആ ഒരു അഭിപ്രായം എനിക്ക് 100% ഉണ്ട്. കാരണം ഞാനാണല്ലോ പൈസ ഇത് മുടക്കുന്ന ഒരാള്. അപ്പം എത്രത്തോളം പൈസ കൊടുത്തില്ലെങ്കിൽ, നമുക്ക് ഇത്ര രൂപയ്ക്ക് പരസ്യം കൊടുത്തില്ലെങ്കിൽ പ്രശ്നമായിട്ട് നിൽക്കുവാണ്. അതെന്ത് ചെയ്യും? ഇത് ഞാൻ ഫേസ് ചെയ്യുന്ന, ഇത്രയും സിനിമകൾ നിർമ്മിക്കുന്ന ഒരു നിർമ്മാതാവ് എന്നുള്ള രീതിയിൽ ഞാൻ ഫേസ് ചെയ്യുന്ന പ്രശ്നമാണ്. ഞാൻ ഫേസ് ചെയ്യുന്ന പ്രശ്നമല്ലേ പറയാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. എങ്ങനെയാണ് ഒരു സിയാദക്ക നാളെ ഒരു പടം ഇറക്കുന്നുണ്ട്, സിയാദക്കയ്ക്ക് ഒരു പ്ലാൻ ഉണ്ടല്ലോ, ഞാൻ ഈ പടത്തിന് വേണ്ടിയിട്ട് ഇത്ര രൂപയും മുടക്കുന്നുള്ളൂ എന്നൊരു പ്ലാൻ ഉണ്ടല്ലോ. ഞാൻ വേറൊരു രീതിയിൽ ഇപ്പം അധികം ഫ്ലെക്സ് ബോർഡ് ഒന്നും വെക്കണ്ടായിരിക്കാം. ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ഡിജിറ്റലിൽ മാത്രം പ്രൊമോഷൻ ചെയ്താൽ മതി. ഞാൻ കേരളത്തിൽ 250 ഫ്ലെക്സ് ബോർഡ് വെച്ചിട്ടുണ്ട്. അത് എന്റെ സാറ്റിസ്ഫാക്ഷനാണ്. എന്റെ സിനിമ എവിടെ ചെന്ന് കഴിഞ്ഞാലും കാണണം എന്നുള്ള രീതി. അത് ശരിയാണെന്ന് ഞാൻ ഉദ്ദേശിക്കുന്നില്ല, അത് എന്റെ സാറ്റിസ്ഫാക്ഷൻ. ഈ സിനിമയുടെ പ്രൊമോഷൻ ചെയ്ത രീതിയിലും മിസ്റ്റേക്കുകൾ പറ്റിയിട്ടുണ്ടോ? ആദ്യം ഒരുപാട് താങ്കൾ പറഞ്ഞിട്ടുണ്ട്, ഇൻഫ്ലുവൻസേഴ്സിനെ വെച്ചിട്ട് പാളിച്ചകൾ പറ്റിയിട്ടുണ്ട്. അതുകൂടെ ആവാം ഇത് ഇത്രയും ഡിലേ ആവാനും ഇങ്ങനെ ഒരു ഇതൊക്കെ വിശ്വസിക്കുന്നുണ്ടോ? അല്ല, ആദ്യമേ തന്നെ ഒരുപാട് വിഷമമുണ്ട്. നല്ല എന്താ പറയുക, ഫെഫ്ക എൻ്റെ സംഘടനയോട് ഞാൻ ആദ്യം കടപ്പെട്ടിരുന്നു. കാര്യം ഞാൻ ജസ്റ്റ് 2-3 പോയിന്റ് പറയാം. ഈ ഇഷ്യൂ നടക്കുമ്പോൾ ശനിയാഴ്ച ഞാൻ ബഹ്റിനിലാണ്, പ്രൊമോഷന് വേണ്ടി പോയതാണ്. എന്തുകൊണ്ട് ഞാൻ ഇത്രയും ഡിലേ ആയെന്ന് പറയുന്ന ഉത്തരവാണ് ഞാൻ ആദ്യം തരുന്നത്. ഞാൻ കൃത്യമായിട്ട് ഉണ്ണി സാറിനെയും ഫെഫ്കയിലെ ഓരോരുത്തരും വിളിച്ച് ചോദിച്ചിട്ടാണ് ഇന്നത്തെ ദിവസം വെച്ചിരുന്നത്. ഞാൻ ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം എത്തി, ഇന്നാണ് ഞങ്ങളെല്ലാവരും ഇരുന്ന്. അപ്പോൾ എൻ്റെ കയ്യിൽ കംപ്ലീറ്റ് ഡീറ്റെയിൽസ്. ഇതിൻ്റെ ഇടയിൽ സുഹൃത്തെ എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല, ഒരു പോസ്റ്റ് ഇടാൻ പറ്റുന്നില്ല. സിനിമ ഈ ഫസ്റ്റ് ഡേ മുതൽ ഡീഗ്രേഡിങ് ഫേസ് ചെയ്തുകൊണ്ടിരിക്കുക. ഞങ്ങളൊരു നല്ല സിനിമ ചെയ്യണമെന്ന് ഓർത്ത് ഒരുപാട് ആഗ്രഹിച്ച് ഞങ്ങൾ ഇൻഡസ്ട്രിയിൽ വന്നു. ഞങ്ങൾ പുതിയ ആൾക്കാർ തന്നെയാണ്. 6 കൊല്ലമായി കട്ടിട്ടോ മോഷ്ടിച്ചിട്ടോ അല്ല സിനിമ ചെയ്തത്. സിനിമ ചെയ്യണമെന്ന് ആഗ്രഹിച്ച് വന്നു. 2018 ക്വീൻ ചെയ്യുന്ന ഇപ്പോൾ എൻ്റെ ചോദ്യങ്ങളെല്ലാം തിരിഞ്ഞാണ്. ആദ്യ സിനിമ കോപ്പി അടിച്ചു. അത് ആദ്യം മനസ്സിലാക്കേണ്ടത് ഞാൻ സംവിധായകനാണ്, ഞാൻ തിരക്കഥാകൃത്തല്ല. എൻ്റെ ആദ്യ സിനിമ കോപ്പി അടിച്ചു, ജനഗണമന കോപ്പി അടിച്ചു. ഇപ്പോൾ മലയാളി ഫ്രം ഇന്ത്യയിൽ വന്നേക്കും. ഇതാണ് എനിക്ക് കിട്ടുന്ന പോയിന്റ്. ഞാൻ ഏതോ പരസ്യങ്ങൾ കോപ്പി അടിച്ചു. ഇതൊന്നും ഞാൻ സംവിധാനം ചെയ്യുന്നതാണ്. എവിടെയാണ് ഞാൻ റൈറ്റർ ഡയറക്ടറാണോ? അല്ല. അപ്പം ഇതിന് കൃത്യമായ കാര്യങ്ങൾ ചോദിച്ചിട്ട് വേണ്ടേ നമ്മളോടൊരു ഇത് അവതരിപ്പിക്കാൻ. പേഴ്സണലി ഇതിൻ്റെ പടത്തിൻ്റെ പ്രൊമോഷൻ നിങ്ങൾക്ക് എൻ്റെ മുന്നത്തെ 2 ചിത്രങ്ങൾ അറിയാം. അതിന് എൻ്റെതായ രീതിയുണ്ട്. ജനഗണമനയുടെ തലേ ദിവസം പ്രൊഡ്യൂസറായ ലിസ്റ്റ് എന്നെ വിളിച്ച് ചോദിച്ചാണ്, എടാ കോടതിയുടെ രംഗങ്ങൾ ഇറക്കണ്ടേ? ഞാനാണ് പറഞ്ഞത് വേണ്ട, പ്രേക്ഷകർ ഏറ്റെടുക്കും ഫസ്റ്റ് ഡേ എന്ന് ഞാൻ പറഞ്ഞ പേരിലാണ് അത് ഇറക്കാതിരുന്നത്. അതേപോലെ എനിക്ക് ഈ സിനിമയിൽ എനിക്കൊരിക്കലും ഇന്ത്യ പാകിസ്ഥാൻ സെഗ്മെന്റ്സ് വിടാൻ കഴിയില്ല. ഞാൻ എന്തിനത് വിടണം? ഞാൻ ഇതിന്റെ പടത്തിന്റെ എല്ലാം ഒളിപ്പിച്ച് വെച്ചു എന്ന് പറയുന്നുണ്ട്. ഞാൻ എന്താണ് ഒളിപ്പിച്ച് വെച്ചത്? റക്കി, പൂജ, MP43 പൂജ, ഇതെല്ലാം ഞാൻ ചെയ്തതല്ലേ. എൻ്റെ ഇൻസ്റ്റാഗ്രാം സോഷ്യൽ മീഡിയ നോക്കിയാൽ പോരെ. ഒന്നെങ്കിൽ നിങ്ങളത് കൃത്യമായിട്ട് ചോദിക്കണം. പിന്നെ ഈ പറയുന്നു എന്തൊക്കെയാണ് എനിക്ക് വരുന്ന ബേസിക്കലി ഈ പടത്തിന്റെ പ്രൊമോഷൻ ഇതിന് പാളിച്ച അതൊക്കെ ചോദിച്ചിട്ട് പാളിച്ച സംഭവിച്ചോന്ന് വെച്ചാൽ ഇല്ല. ഞങ്ങൾക്ക് ഈ സിനിമ തുടങ്ങിയതിന് ശേഷം ഈ സിനിമയ്ക്ക് വേണ്ട പ്രൊമോഷൻ സ്ട്രാറ്റജി തന്നെയാണ് നമ്മൾ വെച്ചത്. കാര്യം ഈ സിനിമയുടെ സ്വഭാവം ഒരു പർട്ടിക്കുലർ സെക്കൻഡ് ഹാഫ് കഴിയുമ്പോൾ കുറച്ച് സീരിയസ് ആവും. അതുവരെ നമ്മൾ ഹ്യൂമറാണ്. പക്ഷെ ഈ പറഞ്ഞ പോലെ പ്രേക്ഷകർ പ്രതീക്ഷിച്ച ഒരു ഹ്യൂമറാണോ എന്ന് ചോദിച്ചാൽ അത് നിങ്ങൾ സിനിമ കണ്ട് ഇപ്പോൾ കാണുന്ന പ്രേക്ഷകർ അതാണ് പറയുന്നത്. അവരാഗ്രഹിച്ച സിനിമയാണ്, അവർ ഇഷ്ടപ്പെടുന്ന സിനിമയാണ്. ഇതിൻ്റെ അകത്ത് ഒരു പർട്ടിക്കുലർ ഏരിയയിലുള്ള സീരിയസ് ഞങ്ങൾ പ്രതീക്ഷിച്ചില്ല എന്ന് പറഞ്ഞു. പക്ഷെ 2 ദിവസം മുന്നേ വിട്ട ടീസറിൽ അത് കൃത്യമായിട്ട് പറയുന്നുണ്ട്.
ആ സിനിമയുടെ സ്വഭാവം ഇതാണെന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്ന പ്രേക്ഷകർ നമ്മുടെ സിനിമയിലോട്ട് വന്ന് ആ സിനിമ കാണാൻ വരുന്നവർക്ക് ഇഷ്ടപ്പെടുന്നു. പ്രൊമോഷന്റെ രീതി ഒരു പാളിച്ചയും സംഭവിച്ചിട്ടില്ല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു നിങ്ങൾ സിനിമയായിട്ടുള്ള ഡിജോയുടെ ഇൻഡിവിജ്വൽ റെസ്പോൺസ് നിങ്ങൾ പിന്നെടുക്കുന്നതായിരിക്കും നല്ലത്. ഞങ്ങൾക്ക് കോമൺ ആയിട്ട് പറയാനുള്ള കാര്യങ്ങൾ പറഞ്ഞ് അവസാനിപ്പിക്കും. ഒരു സംഘടനകൾ നടത്തുന്ന ഒരു പ്രൊഫഷനാണ്. ഞങ്ങൾക്ക് പറയാനുള്ളത് ഇതിനകത്ത് ഇവിടെ ഫോറംസ് അവൈലബിൾ ആണ് ഇത്തരം ഗ്രീവൻസസ് അഡ്രസ് ചെയ്യാനുണ്ട്. അത് ഉപയോഗിക്കുക, പ്രയോജനപ്പെടുത്തുക എന്നുള്ളതാണ്. നമ്മൾ ഒരു അതിവൈകാരികതയുടെ മുകളിലോ ഒരു സോഷ്യൽ മീഡിയയിലൊക്കെ നമ്മളുടെ ഗ്രീവൻസസ് മുകളിൽ കൊണ്ടുവരാൻ ഉണ്ടാകാൻ പോകുന്നത് ഇത്തരത്തിലുള്ള വലിയ രീതിയിലുള്ള ക്യാവോസ് മാത്രമേ ഉണ്ടാവുകയുള്ളൂ എന്നുള്ളതാണ് ഇതിനകത്തുനിന്ന്. ഇനിയെങ്കിലും നമ്മൾ മുമ്പോട്ട് പോകുമ്പോൾ ഇത്തരം പ്ലാറ്റ്ഫോംസ് അവൈലബിൾ ആണല്ലോ സംസാരിക്കാനായിട്ട്. ഞങ്ങളെല്ലാം ഇത് ഫേസ് ചെയ്തിട്ടുള്ളതാണ്. ഞാൻ 2012 ഗ്രാൻഡ് മാസ്റ്റർ ചെയ്യുമ്പോൾ ജിത്തു എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, ഉണ്ണേട്ടാ എൻ്റെ മെമ്മറീസുമായിട്ട് നല്ല സാദൃശ്യമുണ്ടെന്ന് കേട്ടു. അപ്പം ഞാൻ ജിത്തുവിനോട് പറഞ്ഞു, ഞാനിത് 2005 തോന്നുന്നു ഏഷ്യാനെറ്റിൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് എന്ന് പറയുന്ന ഒരു സീരീസ് ഡിജി തമ്പി ഞാനും കൂടി ചെയ്തതിൽ ഇതൊരു കഥയാണ്, ഗ്രാൻഡ് മാസ്റ്ററിൻ്റെ കഥ. അപ്പം അന്ന് മുതലുള്ളതിനെ ഞാൻ അതിൻ്റെ അന്വേഷണ ഉദ്യോഗസ്ഥൻ്റെ ക്യാരക്ടർ മാറ്റിയപ്പോൾ അത് ജിത്തുവിൻ്റെ മെമ്മറീസുമായിട്ട് ഭയങ്കര സാദൃശ്യമുണ്ട്. അപ്പോൾ ഞങ്ങൾ തമ്മിലത് സംസാരിച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ രണ്ടുപേരും തീരുമാനിച്ചു, രണ്ടുപേരുടെയും സിനിമ. ആ 2 സിനിമയും നന്നായി. അപ്പോൾ ഇത്തരം ഒന്നുകിൽ നമ്മൾ വ്യക്തിപരമായിട്ട് ഇത്തരത്തിലുള്ള തുറന്നു പറച്ചിലുകൾ അത്യാവശ്യമാണ്, അല്ലെങ്കിൽ ഞങ്ങളെ പോലുള്ളവരുണ്ട് പ്ലാറ്റ്ഫോംസ് യൂസ് ചെയ്യാം, സംസാരിച്ചു കഴിഞ്ഞാൽ ഈ പ്രശ്നമൊക്കെ വളരെ. ഇപ്പം ഞങ്ങൾ ഇത് സംസാരിക്കുമ്പോൾ അദ്ദേഹം ഞങ്ങളെ അംഗമല്ലാത്തതുകൊണ്ട് ഇവിടെ ഇല്ല, ഞങ്ങൾ നിഷാദ് കോയെ ഡിസോൺ ചെയ്യുന്നതൊന്നും ഇതിനകത്തൊരു അർത്ഥമില്ല. തീർച്ചയായിട്ടും അദ്ദേഹവും അഫക്റ്റഡ് പാർട്ടിയാണ്. അദ്ദേഹത്തിൻ്റെ ഒരു തിരക്കഥ നടക്കാതെ പോകുന്നതിന് വിഷമം അദ്ദേഹത്തിനുണ്ട്. അപ്പോൾ ആ കാര്യങ്ങളെല്ലാം കണക്കിലെടുക്കുമ്പോൾ നമുക്ക് വേണ്ടത് ഇതിനകത്തെ ഒരു ക്രമപ്പെടലാണ് വേണ്ടത്. ഇതിന് ഒരു പ്രൊസീജിയർ ഉണ്ട്. അതിലേക്ക് നമ്മൾ കടന്നു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളിലേക്ക് പോകാതെ നമുക്ക് ഈ കാര്യങ്ങൾ പരിഹരിക്കാൻ പറ്റും. അതിന് ആരാണ് ഏറ്റവും കൂടുതൽ സഹായിക്കേണ്ടത് നിങ്ങളെപ്പോലുള്ളവർ കൂടിയാണ്. കാരണം നമ്മൾ ആ കാര്യങ്ങൾ റേസ് ചെയ്യുമ്പോൾ അതിനെ ആ അർത്ഥത്തിൽ തന്നെ അഡ്രസ് ചെയ്യുകയും സഹായിക്കുകയും വേണം. അപ്പോൾ ഇത് എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മൾ പറയുന്നത് നിങ്ങൾ ദയവ് ചെയ്ത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇത് എഴുത്തുകാർക്കിടയിൽ സംഭവിക്കുന്ന എന്തോ ഒരു, ഞാൻ നേരത്തെ താങ്കൾ ചോദിച്ച പോലെ ഒരു വിചിത്രമായ ആകസ്മികത എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. അവിടെ ഞങ്ങൾ ഇതിനകത്ത് ഷാരിസിനെയും നിഷാദ് കോയെയും പോലെ തന്നെ ഞങ്ങൾ ഒരുപക്ഷെ അതിനേക്കാൾ കുറച്ചും കൂടി ഞങ്ങളുടെ എമ്പതിയും സോളിഡാരിറ്റിയും രാജീവ് എന്ന ചെറുപ്പക്കാരനൊപ്പമാണ്. അയാൾ ഇതുവരെ ഒരു സിനിമയും ചെയ്തിട്ടില്ല. അതോടുകൂടി അയാൾ വർഷങ്ങളായിട്ട് ഒരു എഴുത്തിൽ നിന്ന് അയാൾ മടുപ്പ് തോന്നിയിട്ട് സിനിമ നടക്കാതെ വന്നിട്ട് അയാളിപ്പോൾ വേറൊരു തൊഴിൽ മേഖല കണ്ടെത്തിയിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ തമ്മിൽ സംസാരിച്ചപ്പോൾ ഞങ്ങൾ എന്തായാലും അയാളോട് ഇനിയും എഴുതാൻ ആവശ്യപ്പെടുന്നുണ്ട്. അയാളുടെ സിനിമ സാധ്യമാകാനുള്ള സാധ്യതകൾ ഞങ്ങൾ ആലോചിക്കും. ഇത്രയാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഇൻഡിവിജ്വൽ ആയിട്ടുള്ള കാര്യങ്ങൾ. ഒരു സംശയം, അപ്പൊ ആദ്യം ഈ PDF അയച്ച സമയത്ത് ലിജോ അത് ഓപ്പൺ ചെയ്ത് നോക്കിയില്ല എന്ന് പറഞ്ഞല്ലോ, അതിനൊരു ഡിജിറ്റൽ തെളിവായിട്ട് പറയപ്പെടുന്നു. എന്തുകൊണ്ടായിരിക്കും സ്വാഭാവികമായിട്ട് ഒരു PDF ഓപ്പൺ ആക്കാതിരുന്നത്? ചിലപ്പോൾ അന്നത് വായിച്ച സാമ്യങ്ങൾ മനസ്സിലാക്കിയിരുന്നെങ്കിൽ. അദ്ദേഹം ഷൂട്ടിങ്ങിന് ഒരാഴ്ച മുമ്പ് തിരക്കിലായിരുന്നു. അദ്ദേഹത്തിന് അത് വലിയ സ്ട്രൈക്കിംഗ് ആയിട്ട് തോന്നിയില്ല. അദ്ദേഹത്തിന്റെ ആ പടം കഴിഞ്ഞിട്ടല്ലേ മറ്റൊരു പടത്തിന്റെ PDF കാര്യങ്ങളും ചർച്ച ചെയ്യേണ്ട കാര്യമുള്ളൂ. ഇതിനകത്ത് അതിനേക്കാൾ വലിയ ഒരു ഡിജിറ്റൽ തെളിവ് എന്ന് പറയുന്നത് ഷാരിസിന്റെ തന്നെയാണ്. ഇതിനകത്ത് എന്തുകൊണ്ടാണ് ഡിജോയിലേക്ക് ഇത് പോകുന്നത്? ഇതിന്റെ ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി ആരുടെയാണ്? ഷാരിസിന്റെയാണ്. അതിന്റെ ഡേറ്റ് ആണ് കൃത്യമായിട്ട് ഞങ്ങൾ പറഞ്ഞത്. അതിന് വേറൊരു സംവിധായകനായിരുന്നു. ആ സംവിധായകൻ ഇതിന്റെ ടൈറ്റിൽ കാർഡിൽ അയാൾക്ക് ക്രെഡിറ്റ് കൊടുത്തിട്ടുണ്ട്. അത് വേറൊരു പ്രൊഡ്യൂസറാണ് ചെയ്യാനിരുന്നത്. ഇതിനെല്ലാം ആ ഡ്രാഫ്റ്റുകളും ആ ഡ്രാഫ്റ്റിന്റെ കയ്യിൽ ഇപ്പോഴും ഉണ്ട്. എന്താണ് ആൽക്കമിസ്റ്റ് എന്നല്ലേ പേര്? അതെ, അങ്ങനെയാണ് അദ്ദേഹം അത് ആദ്യം ടൈറ്റിൽ ചെയ്തത്. ആൽപ്പറമ്പിൽ PSC കെമിസ്ട്രി എന്ന് പറഞ്ഞിട്ടായിരുന്നു അതിന്റെ ടൈറ്റിൽ. അപ്പോൾ അതുവരെ അദ്ദേഹത്തിന്റെ കയ്യിലുണ്ട്. അതുകൊണ്ട് ഇതിനകത്ത് ഉണ്ടായിരിക്കുന്നത് തീർച്ചയായിട്ടും തെറ്റിദ്ധാരണകൾ എന്ന് തന്നെ പറയാം. അത് സംഭവിച്ചത് ഇതിനേക്കാൾ നന്നായി ഇത് കൈകാര്യം ചെയ്യപ്പെടുമായിരുന്നു ഇത്തരത്തിലുള്ള ഫോറംസ് അവർ യൂസ് ചെയ്തിരുന്നത് എന്ന് മാത്രം പറയുന്നു. നന്ദി, നമസ്കാരം.